തിങ്കൾ മുതൽ ശനി വരെ വീട്ടിലിരുന്ന യാമിക്ക് ഞായറാഴ്ച ആയപ്പോൾ പുറത്തു പോകാനൊരാഗ്രഹം. എന്നാൽ പിന്നെ ആ വഴിക്ക് പോയിട്ട് കുറച്ച് ചിക്കനും മേടിച്ചിട്ട് ചിക്കൻ ദം ബിരിയാണി ആക്കിയാലോ എന്ന് ഞാനും വിചാരിച്ചു. അച്ചമ്മയ്ക്ക് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ ലൈഫ് ലൈൻ ടെൻഡർ ചിക്കനിലേക്ക് വെച്ച് പിടിച്ചു. 1.2 കിലോഗ്രാം വെയിറ്റുള്ള ചിക്കനാണ് ഇവിടെ കൊടുക്കുക. ആൻറ്റിബയോട്ടിക് ഫ്രീ ആണ്. ചിക്കൻ വാങ്ങി നേരെ അടുക്കളയിൽ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പുതിന, മല്ലിച്ചപ്പ്, കരിവേപ്പില, ഉപ്പ്, മുളക്, ബിരിയാണി മസാല ഇത്രയും ചെലവുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോരോ ഉള്ളിയായിട്ട് അരിഞ്ഞ് വെക്കുക. ഉള്ളി ആദ്യം വയറ്റുക എന്നതാണ് നമ്മളെ പ്രഥമ പരിപാടി. അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും നമ്മൾ വയറ്റി വെക്കാം. അതിനിടയ്ക്ക് യാമി വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. യാമിക്ക് ഒരു ഉള്ളി കൊടുത്ത് അമ്മ നൈസാക്കി. ശേഷം ചിക്കൻ നമ്മൾ മെല്ലെ എടുത്ത് ചിക്കൻ നല്ല തൈരും കൂട്ടി ചെറുനാരങ്ങേൻ്റെ നീരും ഒഴിച്ച് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അവിടെ സൈഡിലാക്കി വെക്കണം. ബിരിയാണി മസാല ഇടാനും പ്രത്യേകം മറക്കണ്ട. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മുരിങ്ങ, മല്ലിച്ചപ്പ് എല്ലാം അതിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അതിനുശേഷം നമ്മൾ ഈ മാറ്റി വെച്ച ഉള്ളി എടുത്ത് വഴറ്റി റെഡിയാക്കി അതിനകത്തേക്ക് തക്കാളി, ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒന്ന് നന്നായി വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് മെല്ലെ ഇടേണ്ടതാണ്. ശേഷം ഒരു മണം അടിക്കും. ആ മണം അടിക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം? നൈസായിട്ട് സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കി ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കുക, മൂടി വെക്കുക. അതിന് ശേഷമാണ് നമ്മളെ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങേണ്ടത്. ചോറ് അതിനിടയ്ക്ക് അമ്മ കഴുകി ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറിന് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്തത് കൈമ റൈസാണ്. ഇവിടെ കിട്ടൂലെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കൈമ റൈസ് വാങ്ങിയിട്ടാണ് വരിക. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. ദമ്മിടുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാനും നിങ്ങൾ മറക്കരുത്. ആ ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നെയ്യ്, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സാധനങ്ങൾ ഇടണം. അതേപോലെ ഉപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് നമ്മൾ ചോറുണ്ടാക്കാൻ എടുക്കുമ്പോൾ കുറച്ചൊന്ന് കൂട്ടി ഇടണം, എന്നാലേ അരിയിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ, ആ വെള്ളത്തിലേക്കുള്ള ഉപ്പ്. അതിന് ശേഷം നമ്മൾ അരി റെഡിയായി കഴിഞ്ഞതിന് ശേഷം മാറ്റി വെച്ച ചിക്കനിലേക്ക് നമ്മൾ അരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ്, ഈ ബിത്ത, അതായത് ഉള്ളി പൊരിച്ചത് എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ബിരിയാണി ചെമ്പിലേക്ക് വെച്ചിട്ട്, അതായത് അടിയിൽ ചിക്കനും മേലെ റൈസ് ഇട്ടിട്ട് ദമ്മിടും. അതൊരു അരമണിക്കൂറാണ് നമ്മൾ ഇടുക. അരമണിക്കൂറിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞതിന് ശേഷമേ ദമ്മ് പൊട്ടിക്കുള്ളൂ. ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആവി മാറുന്ന നല്ല ചൂട് ചിക്കൻ ബിരിയാണി നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നതാണ്. അന്ന് ആദ്യം തന്നെ നമ്മൾ മേലത്തെ റൈസ് ഒന്ന് നൈസായിട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും അടിയിലുള്ള ദമ്മ് ഇട്ട ആ രസം, ടേസ്റ്റ് കയറിയ റൈസ് ഇങ്ങോട്ട് വരും, മസാലച്ചോറ് എന്ന് പറയും. അതിന് ശേഷം നമ്മൾ ആ ചിക്കൻ കിട്ടും. ബിരിയാണി നമ്മളെപ്പോഴും കഴിക്കേണ്ടത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ബിരിയാണിയുടെ ആ അസല് ടേസ്റ്റ് അങ്ങോട്ട് വരിക. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.